സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞത് തിരിച്ചടിയെന്നും നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വേനൽക്കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇത് നേരിടാൻ സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടല്ലോ, നമ്മളിത് പുറത്തുനിന്ന് മേടിച്ചിട്ടല്ലേ ഇത് മേക്കപ്പ് ചെയ്യണം. അതിലെന്തെങ്കിലും കുറവ് വന്നാലല്ലേ വിഷമം ഉണ്ടാകുള്ളൂ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെയൊക്കെ ആശ്വാസം പറഞ്ഞാലില്ല, ജനങ്ങൾക്ക് വലിയ പ്രയാസം വരാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വരാൻ ഉള്ള ഒരു താല്പര്യം എല്ലാവരും എടുക്കണ്ടേ. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് തത്സമയം. അരുൺ, നമുക്കറിയാം വൈദ്യുതി നിരക്ക് കൂട്ടുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ മന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വൈദ്യുതി നിരക്ക് കൂട്ടേണ്ട സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഉപഭോക്താക്കൾക്ക് വിഷമമാകാത്ത രീതിയിലായിരിക്കും വർധന എന്നും മന്ത്രി പറയുന്നുണ്ട്. നിലവിൽ 70% വൈദ്യുതി സംസ്ഥാനം പുറത്തു നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി നിരക്ക് വർധനയല്ലാതെ മറ്റ് മാർഗമില്ല എന്നുള്ളതാണ് ബോർഡിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും തീരുമാനം എന്നുള്ളതാണ് മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. നിരക്ക് വർധന ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാക്കും. പക്ഷേ നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റ് വഴികളില്ല. ആഭ്യന്തര ഉൽപാദനം നടത്താൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഹൈഡ്രൽ പ്രൊജക്ടുകൾക്കും മറ്റുമൊക്കെ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഇപ്പോൾ 70% പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ KECBയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിരക്ക് വർധന തന്നെയാണ് ഏക മാർഗമായിട്ട് മുന്നിലുള്ളത്. അതേസമയം തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതിന് പകരം നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. ശരി.